ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ ഛർദിക്കണമെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ പോയി ഛർദിക്കേ. നീ എന്തിനാ അങ്ങോട്ട് വന്നത്? ആ അപ്പൊ ബാത്റൂം അല്ലായിരുന്നു ഏത്? ഞാൻ ഛർദിച്ച സ്ഥലം. എടാ, ഞാൻ അപ്പോഴേ വിചാരിച്ചു ഈ സെക്രട്ടറി എന്തിനാ നമ്മുടെ ബാത്റൂമിൽ നിൽക്കുന്നതെന്ന്. സോറിയുടെ കാർത്ത്, ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നം ഞാൻ തന്നെ. എന്തിനാ തുടയ്ക്കുന്നത്? രാത്രി മുഴുവൻ ബക്കറ്റിൽ വെള്ളവും കോരി ഞാനാ തുടച്ചത്. ഞാൻ പോയിട്ട് മാപ്പ് പറയാം. ഇനി എന്ത് പറയാനാ? അതായത് ബർത്ത്ഡേക്ക് ചിക്കൻ കഴിച്ചുകൊണ്ട് ഛർദിച്ചാണെന്ന് പറയാം. ഒരു സഹതാപം വേണ്ടേ? എന്റെ അളിയാ, ഇവിടുന്ന് താമസം മാറാന്ന് എനിക്ക് പറയേണ്ടി വന്നു. അവിടം വരെ എത്തിയോ? പിന്നെ അല്ലാതെ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞ എന്നെ പേടിപ്പിച്ചില്ലേ? നീ വേഗം വീടന്വേഷിക്കും. കാർത്തേ, ഈ മാറ്റർ എനിക്ക് വിട്ടുവന്നേക്ക്, ഞാൻ നോക്കിക്കോളാം. ഞാൻ പോയി ക്ഷമ ചോദിച്ച് സെക്രട്ടറിയുടെ മനസ്സറിഞ്ഞ് നിന്റെ കയ്യും കാലെ പിടിച്ച് വന്ന് കരയും. നീ നോക്കിക്കോ. എന്നിട്ട് നോക്ക്, ബിജു ബാത്റൂമിൽ പോകുന്നു, കുളിക്കുന്നു, നീറ്റായി ഡ്രസ്സ് മാറുന്നു, അങ്ങനെ കാണുന്നു, മാറ്റർ ക്ലോസ്. 1/2 മണിക്കൂറിനുള്ളിൽ എന്താ നടക്കുന്നത് നീ നോക്കിക്കോ. എടാ കാർത്തേക്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് കാർത്തിക്, ഇവിടെ പുതിയ താമസക്കാരനാണ്. എന്നെ നിങ്ങൾക്കറിയില്ല, പക്ഷേ എനിക്ക് നിങ്ങളറിയാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ ആഴ്ച ഒരാൾ തൻ്റെ ഭാര്യയെ വഴിയിലിട്ട് തല്ലുമ്പോനെ അടിച്ച് താഴെയിട്ട് കളഞ്ഞത്? ഇറ്റ് വാസ് അമേസിങ്. ഞാൻ അപ്പോഴേ നിങ്ങളുടെ ഓട്ടോഗ്രാഫ് വാങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ പോയി കഴിഞ്ഞു. എങ്ങനെ അഭിനന്ദിക്കണമെന്ന് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേര് കാർത്തിക്. തൻ്റെ പേരൊന്നറിഞ്ഞാൽ? ജ്ഞാനപ്രകാശ്. ജ്ഞാനപ്രകാശ്? പ്രൊഫസർ ജ്ഞാനപ്രകാശ്. ഓ, കാർത്തിക്. എവിടെയാ ജോലി ചെയ്യുന്നത്? ഞാനൊരു മ്യൂസീഷ്യനാണ്, ഫിലിം ഇൻഡസ്ട്രിയിൽ. ഓ, വെരി ഗുഡ്. എനിക്ക് ഈ തമിഴ് പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമാണ്. അത് ഈയിടെ ഇറങ്ങിയ തമിഴ് പാട്ടുകളിൽ രാസാത്തി ഉന്നൈ കാണാതെ നെഞ്ചം കാത്താടി പോലാടുത്, ഇറ്റ്സ് എ നൈസ് സോങ്. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഐ തിങ്ക് ഇറ്റ് ഇംപ്രസ്ഡ് ഓൺ മീ. വെരി ഗുഡ് രാഗം. തമിഴ് സിനിമകൾ ധാരാളം ഞാൻ കാണാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് മണിരത്നം. ബ്രില്യൻറ്റ് ബോയ്, നന്നായിട്ട് വരും. മാർക്ക് മൈ വേർഡ്സ്, ഹി ഹാസ് ഗുഡ് ഫ്യൂച്ചർ. മിസ്റ്റർ രാഘവൻ, സ്റ്റോപ്പ് ദെയർ. എന്താ മിസ്റ്റർ രാഘവൻ ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നത്? ഹെൽമെറ്റ് ഓഫീസിൽ മറന്നു വെച്ചു സാർ. നോ, ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പോലീസ് പിടിക്കില്ലേ? ലാസ്റ്റ് വീക്ക് ചീഫ് മിനിസ്റ്റർ ഇന്റർവ്യൂവിൽ പറഞ്ഞതാ. എന്താ സാർ, പ്രൊഫസറുടെ അടുത്ത് പോയി കുടുങ്ങിയോ? അതല്ല, അദ്ദേഹം ആരാ? ബന്ധമില്ലാതെ സംസാരിക്കുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാ. അതെയോ? ആ തല കണ്ട അറിയില്ലേ? അങ്ങേര് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്നു. പാവം ഇപ്പൊ മനസ്സിന് കുറച്ച് സുഖമില്ല. ഇപ്പോഴും 1984 ജീവിക്കാന്നാ വിചാരം. എന്താ എങ്ങനെ? അതായത് സാർ, ഇപ്പൊ ഒപ്പിയോ സാർ? സാർ, ഞാൻ മോട്ടോർ ഓഫ് ചെയ്ത് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഈ വഴിയാ എല്ലാ പണിക്കും. എന്താ ഇത്ര ലേറ്റ്? നീ ഇങ്ങനെ ലേറ്റ് ആയിട്ട് പോയാൽ യു വിൽ മിസ് യുവർ ലെസൺസ്. സമയത്ത് സ്കൂളിൽ പോയില്ലെങ്കിൽ ഒരു പ്രയോജനമില്ലെന്ന് ബുദ്ധിയുള്ളവർ പറഞ്ഞത് കേട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് ആരാ ഇത്ര ഓളിയത്ത് പാട്ട് വെച്ചേക്കുന്നത്? ഹലോ, ആരുമില്ലേ? ഒന്ന് നിന്നേ, അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു, ഒന്ന് വന്ന് നോക്കോ. എന്താ? എന്താന്നറിയില്ല, എന്തോ കണ്ട് പേടിച്ച പോലെയുണ്ട്. എന്ത് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. ആരാ സാർ? എന്താ ഉണ്ടായത്? നിന്റെ കൂട്ടുകാരൻ അത്ര വൃത്തികേടായിട്ടാ നിന്നെ. എങ്ങനെയാ സാർ? എങ്ങനാന്നോ, എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ മുഖത്ത് പോലും ഞാൻ നോക്കില്ല. എനിക്ക് പേടിയാവുക. ഒരു മര്യാദ വേണ്ടേ? ഒരു മിനിറ്റ് സാർ, അടുക്കളയിൽ ചെന്ന് ചൂടോടെ നല്ലൊരു ചായ കൊണ്ടോ. എനിക്ക് മാത്രം ഞാൻ പറഞ്ഞില്ലേ. ഇനി പറയണം സാർ. അതൊക്കെ ഇരിക്കട്ടെ, എപ്പോഴാ നിങ്ങൾ മാറുന്നേ? എന്തിനാ മാറുന്നത്? എന്തിന്? ഇന്നലെ രാത്രി മാറാന്ന് പറഞ്ഞല്ലേ? ഇന്നലെ രാത്രി നമ്മൾ കണ്ടേ ഇല്ല. കണ്ട്. ദിസ് ഈസ് ടു മച്ച്. ഇന്നലെ രാത്രി നിന്റെ ഫ്രണ്ട് ഛർദ്ദിച്ചപ്പോ
നീ മാറിക്കോളാന്നല്ലേ എന്നോട് പറഞ്ഞത്? ഇന്നലെ രാത്രി ഞങ്ങൾ സിംഗപ്പൂരിലായിരുന്നു സർ. മോർണിംഗ് ഫ്ലൈറ്റിൽ എങ്ങോട്ട് വന്നത്. പ്രൂവ് ചെയ്യാമോടാ? എന്താ സർ, സിംഗപ്പൂരിൽ നിന്ന് ഒരു ദിവസം 1000 പേരെങ്കിലും വരും. എല്ലാവരും പ്രൂവ് ചെയ്യുന്ന എങ്ങനെയാ? എനിക്കറിയാം, മുടിയന്മാരെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന്. വീണ്ടും ചോദിക്കുക എപ്പോഴാ മാറുന്നേ? ഈ അപ്പാർട്ട്മെന്റ് റൂൾസ് അറിയാലോ? ഈ അപ്പാർട്ട്മെന്റ് ഇന്ത്യയിൽ തന്നെയല്ലേ? ഇന്ത്യൻ ഭരണഘടനയില് ബാച്ചിലേഴ്സ് അപ്പാർട്ട്മെന്റിൽ താമസിച്ചുകൂടാ എന്നൊന്ന് കാണിച്ചു തരാൻ പറ്റൂ. അപ്പോഴേ ഞാൻ മാറിക്കോളാം. ഇത് അംബേദ്കർ ആണേ സത്യം. സർ, എനിക്ക് തോന്നുന്നു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഒരു അഗ്നിപർവ്വതം സാറിന്റെ ഉള്ളിൽ പൊട്ടുന്നുണ്ട്. പെട്ടെന്ന് ഡോക്ടറെ കണ്ടോളൂ. ഞാനോ? നീ എന്താ എങ്ങനെ ഇരിക്കുന്നത്? ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ലടാ. എന്താ വിജയ്, എന്താന്ന് പറയാതെ നീ ഇങ്ങനെ മറച്ചാൽ എങ്ങനെയാ? എന്തെങ്കിലും വെച്ച് മറക്കായിരുന്നു. ആ, പക്ഷെ അതിനുള്ളിൽ അയാൾ എന്റെ ഷെയിം പപ്പി ഷെയിം കണ്ടടാ. എന്റെ പൊന്നളിയ, എങ്ങനെയാടാ പറ്റിയത്? ഞാനേ കുളിച്ചിട്ട് വന്ന് പാട്ട് പാടി ഡാൻസ് ചെയ്തു. ഉടുത്തുടി ഒരു താഴെ പോയടാ. ഒരു കാര്യം സത്യമാ, ഒരാണിന് മറ്റൊരാണിന് ഇതിൽ കൂടുതൽ ശിക്ഷിക്കാനാവില്ല. പോടാ അവിടുന്ന്. എടാ, ആരും പറയുന്നത് നമുക്ക് വീട് മാറിയാലോ? നമ്മൾ എന്തിനു മാറണം? വായ്. എടാ, നീയല്ല വേറെ വീട് നോക്കാന്ന് പറഞ്ഞു. വിജയ്, പറ. നീ കുളിക്കാൻ പോയില്ലേ? ആ, അപ്പൊ ഞാൻ ബാൽക്കണിയിൽ നിന്ന് കണ്ടു. നീയും കണ്ടോ? ഛേ, ഞാൻ എന്റെ പെണ്ണിനെയാ കണ്ടത്. അതാരാടാ? അവള് തന്നെ, എന്റെ ചാൻസിയറാണ്. സത്യമായിട്ടും? സത്യമാടാ, ഇതേ അപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് ഇന്ത്യൻ പട്ടാളം മുഴുവൻ വന്നാലും നമ്മൾ ഇവിടുന്ന് മാറുന്നില്ല. അപ്പൊ സെക്രട്ടറി വേണമെങ്കിൽ നീ ഒരു പ്രാവശ്യം അങ്ങേരി ചെന്ന് കാണും. അയ്യോ, ഞാനില്ലേ. എൻ്റെ ഒരു നേരം പോക്ക് ഇതാ, ഈ പിള്ളേരെ കളി കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കും. ഗുഡ് ഷോട്ട്. നിങ്ങൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണോ? ഇഷ്ടമാണ് സർ. കഴിഞ്ഞ ആഴ്ചത്തെ മാച്ച് കണ്ടിരുന്നു? ഏത് മാച്ചാ സർ? ഇന്ത്യ ഓസ്ട്രേലിയ 48 റൺസിന് തോറ്റില്ലേ? അത് കണ്ടില്ലേ? കണ്ടു. കണ്ടു. വേൾഡ് കപ്പ് കൊണ്ടുവന്നിട്ട് 1 വർഷം പോലും ആയില്ല. അതിനുള്ളിൽ ഇങ്ങനെ തോറ്റാൽ എങ്ങനെയാ? യങ്സ്റ്റേഴ്സ് ധാരാളം പേര് ടീമിനുള്ളിൽ വരണം. ഗവാസ്കർ കൂടെ റിട്ടയർ ആയി. ഇപ്പൊ ഹൈദരാബാദ് ടീമിൽ ഒരു ചെറുക്കൻ കളിക്കുന്നുണ്ട്. ബ്രില്യൻ പ്ലെയർ. അവൻ എത്രയും വേഗം ഇന്ത്യൻ ടീമിൽ കയറും. മാർക്ക് മൈ വേർഡ്സ്, വൺ ഡേ ഹി വിൽ ബി ദി ഇന്ത്യൻ ക്യാപ്റ്റൻ. അവന്റെ പേര് ഹലോ, ഗുഡ് ഈവനിങ്. അമേരിക്കൻ പ്രസിഡന്റ്, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിന്റെ പേര് ടോണി ബ്ലെയർ. ലേറ്റസ്റ്റ് ജെയിംസ് ബോണ്ടിന്റെ പേര് ഡാനിയൽ ക്രൈഗ്. ഇതൊക്കെ ഞാൻ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ എവിടെയോ ഇരിക്കുന്ന ഇവരുടെ എല്ലാം പേര് എനിക്കറിയാം. ഒരേ അപ്പാർട്ട്മെന്റിലുള്ള തന്റെ പേരെന്താന്ന് എനിക്ക് അറിയണ്ടേ? അസറുദ്ദീൻ. അസറുദ്ദീന? ഞാൻ പറഞ്ഞില്ലേ ആ ഹൈദരാബാദ് പ്ലെയർ, അവന്റെ പേര് മുഹമ്മദ് അസറുദ്ദീൻ. വെരി ഗുഡ് പ്ലെയർ ബാബു, നല്ല ഫീൽഡ്. ഗംഭീരമായിട്ട് അവൻ കളിച്ചു. ഈസ് എ വെരി പ്രോമിസിംഗ് പ്ലെയർ, യുനോ. അതുപോലെ കപിൽ ദേവിന് ശേഷം ആരാ? വി നീഡ് അനദർ ജെനുവിൻ ഫാസ്റ്റ് ബൗളർ. ഇവിടെ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. പേഷ്യന്റിന്റെ പേര് പറ. വേണ്ട, പേര് പറ. എന്താ പേര് പറഞ്ഞാല്? അതിലെന്താ പ്രശ്നം? എന്ത് ചോദിച്ചാലും മിണ്ടായിരിക്കുന്ന എന്താ? സോറി. നത്തിങ് സീരിയസ്, ലോ ഷുഗർ. ഭക്ഷണം കഴിക്കാത്തോണ്ടാ, പേടിക്കാനൊന്നുമില്ല. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കിടന്നിട്ട് പോവാം. ഓക്കെ? മുത്തശ്ശിക്ക് ഒന്നുമില്ല. ഷീസ് ഓക്കെ. ഒരു ദിവസം കൂടി ഇവിടെ കിടക്കുന്നതാ നല്ലത്. ഇറ്റ്സ് ഓക്കെ.